പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഖത്ം ഓതി തീർക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല, ഇല്ലേ? 30 ജുസുകൾ പൂർണ്ണമായി ഓതി തീർക്കുക എന്നുള്ളത് എളുപ്പമുള്ള സംഗതിയല്ല, കുറച്ച് കഷ്ടപ്പാടുണ്ട്. എന്നാൽ ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ചില മാർഗങ്ങൾ മുത്തുനബി തങ്ങളുടെ ഹദീസിൽ കാണാം. 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഖുർആൻ 1 തവണ മുഴുവനായി ഓതിയ കൂലി കിട്ടും. 4 തവണ സൂറത്തുൽ കാഫിറൂൻ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്ന സൂറത്ത് പാരായണം ചെയ്താൽ അവർക്കും ആ പ്രതിഫലം കിട്ടും. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന സൂറത്ത് 4 തവണ പാരായണം ചെയ്യുന്നവർക്ക് ഖുർആൻ ഖത്ം ഓതിയ കൂലി കിട്ടും. ഇങ്ങനെ പല മാർഗങ്ങളും നബി തങ്ങൾ കൂലി ലഭിക്കാൻ പറഞ്ഞു തരുന്നുണ്ട്. അക്കൂട്ടത്തിൽ കാണാം പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലി ഇമ്രാനിലെ 18-ാമത്തെ ആയത്ത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുന്ന ആൾക്ക് ഖുർആൻ 1 തവണ ഖത്ം ചെയ്ത കൂലി ഈ ഒരു ഒറ്റ ആയത്ത് ഓതിയാൽ ലഭിക്കുന്നതാണ് എന്ന് ഹദീസുകളിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായി ഒരു ആത്മീയ ബന്ധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് തവണ ഖത്മുകൾ പാരായണം ചെയ്യാനും മരിക്കുന്നതിന് മുമ്പ് കുറേ ഖത്മുകൾ ഓതി വെച്ച് ഖബറിലേക്കുള്ള വെളിച്ചം തയ്യാറാക്കി യാത്ര പറയാൻ അല്ലാഹു നമുക്കൊക്കെ അവസരം നൽകുമാറാകട്ടെ.